പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു എന്ന ജഗന്യന്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ സഹോദരാ സഹോദരി, കേവലം രേതസ്കണമായിരുന്ന നിന്നെ ഈ ബൃഹത്തായ ലോകത്തിന് മുന്നിൽ നാം പരിചയപ്പെടുത്തിയില്ലയോ? ബലഹീനമായിട്ടാണ് മനുഷ്യനെ അല്ലാഹു ഈ ലോകത്തിലേക്ക് പടച്ചതത്രേ. ബലഹീനനായിട്ടാണ്, രേതസ്കണം ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ അല്ലാഹു ഈ ലോകത്തിലേക്ക് പടച്ചിട്ടുള്ളത്. ഉമ്മയുടെയും ഉപ്പയുടെയും ബീജത്തുള്ളികൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ അണ്ഡാശയത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അണ്ഡമാക്കി, അതിനെ രക്തക്കട്ടയാക്കി, അതിൽ മാംസപിണ്ഡമാക്കി, അതിലേക്ക് മനുഷ്യന്റെ രൂപവും ചർമ്മവുമുള്ള സുന്ദരനാകുന്ന ഒരു കുട്ടിയാക്കി അല്ലാഹു ഈ ബൃഹത്തായ ലോകത്തിനു മുന്നിൽ കുട്ടിയെ പരിചയപ്പെടുത്തി. പരിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ ഇന്ദ്രിയം പുറപ്പെടുന്ന തലം പോലും ഖുർആൻ വിശദീകരിക്കുകയാണ്. എവിടെ നിന്നാണ് പുരുഷന്റെ ഇന്ദ്രിയത്വം സ്ഖലിക്കുക? സ്ത്രീയുടെ ഇന്ദ്രിയം എവിടെ നിന്നാണ് സ്ഖലിക്കുക? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യഖ്റുജു മിൻ ബൈനി സ്വൽബി വത്തറായിബ്. പുരുഷന്മാരുടെ മുതുകിൽ നിന്നാണത്രേ, സ്ത്രീകളുടെ രണ്ട് മാറിടത്തിന്റെ ഇടയിൽ നിന്നാണത്രേ ഇന്ദ്രിയ തുള്ളികൾ സ്ഖലിക്കപ്പെടുക എന്ന്, അതിൻ്റെ ഉറവിടമെന്ന് പരിശുദ്ധ ഖുർആൻ. യഖ്റുജു മിൻ ബൈനി സ്വൽബി വത്തറായിബ്. പുരുഷന്റെ മുതുകിൽ നിന്നും ഉമ്മയുടെ മാറിടത്തിൽ നിന്നും അത്രേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ദ്രിയ തുള്ളിയെ സ്ഖലിപ്പിക്കപ്പെടുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളുഅഫ്. ബലഹീനനായിട്ട് മനുഷ്യനെ ഈ ലോകത്തിന് മുന്നിൽ അല്ലാഹു പരിചയപ്പെടുത്തി. ഒരാളുടെ തുണയില്ലാതെ, ഒരാളുടെ ആശ്രയമില്ലാതെ എണീറ്റ് നിൽക്കാൻ പയ്യാത്ത അവസ്ഥയല്ലയോ കുട്ടികൾക്കുള്ളത്, അവന്റെ ബാല്യത്തിലുള്ളത്, അവന്റെ ചെറുപ്രായത്തിലുള്ളത്. ثم جعل من بعد ضعف قوة. ആ ബലഹീനതയിൽ നിന്ന് ആരോഗ്യമുള്ളതായ അവസ്ഥയിലേക്ക് പിന്നെ നാം അവനെ കൊണ്ടുപോയില്ലയോ? ثم جعل من بعد ضعف قوة. ബലഹീനതയിൽ നിന്ന് മനുഷ്യനെ പിന്നീട് ആരോഗ്യമുള്ള, ആരോഗ്യ ദൃഢഗാത്രയായ യുവതി യുവാക്കളായി അല്ലാഹു മാറ്റി. ثم جعل من بعد ضعف قوة. ثم جعل من بعد قوة ضعفا وشيبا. പിന്നീട് ആ യുവത്വത്തിന്റെ പ്രസരിപ്പിനെ അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾക്ക് ഭംഗം വരുത്തിക്കൊണ്ട് ബലക്ഷയം സംഭവിച്ചുകൊണ്ട് അവനെ വാർദ്ധക്യമാകുന്ന തലത്തിലേക്ക് നാം കൊണ്ടുപോയില്ലയോ? ثم جعل من بعد قوة ضعفا وشيبا. യുവത്വ കാലഘട്ടത്തിൽ നിന്ന്, യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നിന്ന് അവരെ നാം വാർദ്ധക്യ സഹജമായ രോഗത്തിന് അടിമപ്പെടുത്തിയില്ലയോ? അവരുടെ രോമകൂപങ്ങൾ അവരുടെ അനുവാദമില്ലാതെ നരപ്പിച്ചില്ലയോ? അനുവാദമില്ലാതെ അവന്റെ ശരീരത്തിന്റെ കറുത്ത നഖങ്ങൾ, കറുത്ത മുടി, കറുത്ത രോമകൂപങ്ങൾ എല്ലാം തന്നെ കറുപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വാർദ്ധക്യമാകുന്ന തരത്തിലേക്ക് പിന്നെ അവനെ കൊണ്ടുപോയാണ്. വഹുവൽ അലീമുൽ ഖദീർ. അല്ലാഹുവാണ് ഔദാര്യമുള്ളവൻ, അവനാണ് പ്രതാപശാലി, അവന് സർവ്വദിനം കഴിവുള്ളവനും സർവ്വ വസ്തുക്കളെ കുറിച്ചും നല്ലതുപോലെ വിവരമുള്ളവനും അത്രേ. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ കോലത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, മനുഷ്യനെ ചെറുപ്പത്തിലെ സൃഷ്ടിച്ചു, അവന് പിന്നീട് ആരോഗ്യം അല്ലാഹു നൽകി, അവിടെ നിന്ന് അവനെ ചെറുപ്പത്തിലെയുള്ള അത്തും വിത്തുമുള്ള കോലത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. ചെറുപ്രായത്തിലുള്ള തലത്തിലേക്ക് അവനെ കൊണ്ടുപോയി. കൊച്ചുകുട്ടി അവന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പലവട്ടം ചോദിച്ചിരുന്നു, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചോദിച്ചിരുന്നു, റോഡിലൂടെ ഓടുന്ന വാഹനത്തെ കേട്ടുകൊണ്ട്, ശബ്ദം കേട്ടുകൊണ്ട്, എന്താ ഉപ്പ പുറത്തൊരു ശബ്ദം?
ഉപ്പ പലവട്ടം പറഞ്ഞു തന്നു, ഉമ്മ പലവട്ടം പറഞ്ഞു തന്നു. അത് കാറാണ്, ബൈക്കാണ്, അത് ലോറിയാണ്, അത് ബസ്സാണ്, പലവട്ടം പറഞ്ഞു തന്നു. എന്നാൽ ഇതേ കുട്ടി തന്നെ പിന്നീട് ചോദിക്കുന്നത്, അവന്റെ വാർദ്ധക്യ സമയത്ത്, പ്രായം ചെന്നെത്തിയ സമയത്ത് അവൻ വീണ്ടും ചോദിക്കുന്നു ഇതേ ചോദ്യം തന്നെ. എന്താണ് റോഡിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത്? എന്താണ് ആ പോകുന്ന വസ്തു? അവന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കുകയാണ്. റോഡിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ള ആരോഗ്യം അവന് ശയിക്കപ്പെട്ടിരിക്കുകയാണ്. എത്തി നോക്കാനുള്ള അവസ്ഥ അവനില്ല. കട്ടിലിൽ കിടക്കുകയാണ്, ശയ്യവലംബിക്കുകയാണ്. ആ സമയത്തും അവനതാ ചെറുപ്രായത്തിൽ ചോദിച്ചിരുന്ന തലത്തിലേക്ക് തന്നെ അവരെ എത്തിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവൽ അലീമുൽ ഖദീർ, എല്ലാത്തിനും കഴിവുള്ള അറിവുള്ളവനാണ് അല്ലാഹു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ വത്തത്തിന്റെ പ്രസരിപ്പ് ഇടയ്ക്കുള്ള ഈ കുറഞ്ഞ കാലഘട്ടം, ഒരു 20 വർഷക്കാലം അല്ലെങ്കിൽ 15 വർഷക്കാലം, ഇത് മാത്രമാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ടുള്ളത്. അമലിന്റെ പ്രസരിപ്പ് ഇവിടെയാണ്, ഈ യുവത്വത്തിലാണ് ചെറുപ്പക്കാർ കാണിക്കേണ്ടത്. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട യുവതികൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ട സമയം. കുറഞ്ഞ സമയമതുള്ളൂ. നിന്റെ ബാല്യകാലം 15 വയസ്സുള്ള സമയം, അതുവരെയുള്ള ടൈമൊന്നും നീ ഒരിക്കലും തന്നെ ഇബാദത്ത് അനുഷ്ഠിച്ചിട്ടില്ല. പ്രായപൂർത്തിയെത്താത്ത നിന്റെ ഇബാദത്തുകൾ കൊണ്ട് പരിപൂർണമാകുന്ന പ്രതിഫലത്തിന്റെ തലത്തിലേക്ക് നീ എത്തിപ്പെടുകയുമില്ല. പ്രായപൂർത്തിയെത്തിയ തലം മുതലുള്ള നിന്റെ ഇബാദത്ത്, അവിടെ മുതലുള്ള നിന്റെ ഇബാദത്ത്, അത് നിനക്ക് പാറായം ചെല്ലുന്ന സമയമെത്തുമ്പോൾ കുറഞ്ഞു വരികയാണ്. നിന്റെ ആരോഗ്യം ക്ഷയിക്കുകയാണ്. പഴയതുപോലെ ഇബാദത്തിന് നിനക്ക് കർമ്മോത്സുകത വരുന്നില്ല. ബാങ്ക് വിളിക്കുമ്പോൾ നിന്റെ പള്ളിയിലെ അകത്തലങ്ങളിലേക്ക് കടക്കാനുള്ള മനസ്സിന്റെ വ്യഥ, കടക്കാനുള്ള മനസ്സിന്റെ താല്പര്യമില്ലായ്മ ഇന്നത്തെ ചെറുപ്പക്കാരിലുള്ളതുപോലെ ഒരിക്കലും തന്നെ നിന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. നിന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ റബ്ബിന്റെ പള്ളിയുടെ അകത്തലങ്ങളിൽ നിന്നുള്ള ബാങ്കൊലികൾ ശ്രവണസുന്ദരമായി നിന്റെ കാതോരത്ത് മുഴങ്ങുമ്പോൾ ഇബാദത്തിന് വേണ്ടി കടന്നു ചെല്ലാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണമെങ്കിൽ, അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ യുവത്വ കാലഘട്ടം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാവട്ടെ. ഏറ്റവും വലിയ സുന്ദരമാകുന്ന സമയം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഈ ആരോഗ്യമുള്ള ടൈമാണ്, ഈ സമയമാണ്. اللهم إني أسألك العفو والعافية. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ, പടച്ച റബ്ബേ അല്ലാഹ്, എനിക്ക് നീ ആഫിയത്തിനെ തരണേ, എനിക്ക് ആരോഗ്യമുള്ള സമയത്തെ നീ നീട്ടി തരണേ. اللهم إني أسألك العفو والعافية. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, അയ്യു ദുആഇ അഫ്ളലു യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, ഒരു മനുഷ്യൻ ചെയ്യുന്ന സുഹൃതങ്ങളിൽ വെച്ച്, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രാർത്ഥനകൾ വെച്ച് ഏറ്റവും അത്യുത്കൃഷ്ടം ഏതാണ് നബിയേ? ഏറ്റവും വലിയ സുന്ദരമാകുന്ന ശ്രേഷ്ഠമാകുന്ന പ്രാർത്ഥന ഏതാണ് നബിയേ? എന്റെ പ്രിയപ്പെട്ട കരുമക്കാട് ദേശത്തുള്ള യുവതി യുവാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ഉടനെ തന്നെ പ്രത്യുത്തരം കൊടുക്കുകയാണ്, സലിൽ അഫ്വ വൽ ആഫിയ. ആഫിയത്തിനെ ചോദിക്കണേ, ആരോഗ്യത്തെ ചോദിക്കണേ, സൗഖ്യമാകുന്ന ജീവിതത്തെ ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യമുള്ളതാകുന്ന ഒരവസ്ഥ ഏതൊരു ചെറുപ്പക്കാരന് കിട്ടിയോ, ഏതൊരു സഹോദരിക്ക് കിട്ടിയോ, രക്ഷപ്പെട്ടിരിക്കുകയാണ് അവർ. എങ്ങനെ രക്ഷപ്പെട്ടു? ഇബാദത്ത് അനുഷ്ഠിക്കാനുള്ള സമയവും സന്ദർഭവും അവർക്ക് ഒത്തുകിട്ടി, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അത് ചെയ്തില്ല എങ്കിൽ അവർ സമയം കൊണ്ട് കിട്ടിയിട്ട് കാര്യമില്ല. ആരോഗ്യമുള്ള സമയം സിനിമാ ടാക്കീസിലേക്ക് നടക്കാനാണ് ആ സമയത്ത് നീ വിനിയോഗിക്കുന്നതെങ്കിൽ നിന്റെ ആരോഗ്യം കൊണ്ട് യാതൊരുവിധ ഗുണത്തിലും നീ എത്തിപ്പെടുകയില്ല. നിന്റെ ആരോഗ്യം കൊണ്ട് ഏതെങ്കിലും കവലകളിൽ പോയിരുന്നിട്ട് സ്കൂൾ വിട്ട സമയത്ത് സ്പായ്ക്കുള്ള ചെറുപ്പക്കാരൻ ഏതെങ്കിലും പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ വേണ്ടി ഏതെങ്കിലുമുള്ള ബുള്ളറ്റുമായിട്ട് കടന്നു ചെന്നിട്ട് പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സമയം ചെലവഴിക്കുകയാണെങ്കിൽ
നിന്റെ ആരോഗ്യം കൊണ്ടൊരിക്കലും തന്നെ നീ രക്ഷപ്പെട്ടവനാവൂല. അങ്ങനെയുള്ളവനെ കുറിച്ചല്ല ഈ പറയുന്നത്. നിഅമതാൻ عظيمتان مغبون فيهما كثير من الناس. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബത്തെ നിഅമതാൻ അളീമതാൻ, വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. മഗ്ബൂനു ഫീഹിമാ കസീറും മിനന്നാസ്, ലോകത്തുള്ള അധിക ജനങ്ങളും അധികമാകുന്ന ജനങ്ങളും ആ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് വലിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യൻ അറിയുന്നില്ല. ആ അനുഗ്രഹങ്ങളിൽ മനുഷ്യൻ വഞ്ചിതനാവുകയാണ്. അവൻ അമൽ ചെയ്യാതെ അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരിക്കലും തന്നെ അവൻ അറിയുന്നില്ല. ആ രണ്ട് അനുഗ്രഹങ്ങൾ അവൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് മുഹമ്മദ് മുസ്തഫ. ഏതൊക്കെയാണ് രണ്ട് വലിയ അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹതു വൽ ഫറാഗ്, അസ്സിഹ്ഹതു വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യമുള്ള സമയമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരോഗ്യമുള്ള സമയം, ആരോഗ്യമുള്ള സമയം അതൊരു സാധാരണ സമയമല്ല, അതൊരു നിസ്സാരപ്പെട്ട സമയമല്ല. നമ്മൾ ആരും അറിയുന്നില്ല ഈ ആരോഗ്യം അങ്ങ് ശയിക്കപ്പെടുമെന്നുള്ള അവസ്ഥ നമ്മൾ അറിയുന്നില്ല. അതിനാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്. നിന്റെ യുവത്വം ഇല്ലാതാകും, നിന്റെ തലമുടി നിന്റെ അനുവാദം പോലും ചോദിക്കാതെ കറുപ്പിക്കപ്പെടുന്ന ഒരു സമയം നിനക്ക് വന്നെത്തും. അതിനു മുമ്പ് നീ തൗബ ചെയ്ത് പ്രായച്ചിത്തം ചെയ്ത് പടച്ചറബിനോട് പശ്ചാത്തപിച്ച് പൊറുക്കല്ലെ തേടി ദീനിൻ്റെ മാർഗത്തിൽ നീ പരിശ്രമിച്ചുകൊണ്ട് മുന്നേറി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുറഞ്ഞ സമയം മാത്രമേ മനുഷ്യന്റെ മുന്നിലുള്ളൂ, കുറഞ്ഞ സമയമുള്ളൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ട് വർണ്ണമായ അനുഗ്രഹങ്ങൾ മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. ഏതൊക്കെയെന്നറിയുമോ സാബത്തേ? അതിലൊന്ന് അസ്സിഹ്ഹതു, ആരോഗ്യമുള്ള സമയമാണ്. വൽ ഫറാഗ്, ഒഴിവുള്ള സമയവുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒഴിവുള്ള സമയം. എല്ലാവർക്കും തിരക്കാണ്, പണിപ്പെട്ട തിരക്കാണ്, എല്ലാവരും ജോലി തിരക്കാൻ. ഒരു 10 മിനിറ്റ് നിന്റെ കുടുംബ ബന്ധം ചേർക്കാൻ നീ സമയം മാറ്റിവെക്കാൻ പറഞ്ഞാൽ ആർക്കും സമയമില്ല. എല്ലാവിധത്തിലും സൗകര്യങ്ങൾ എത്തിയിരിക്കുന്ന കാലഘട്ടമാണ്. വാഹന സൗകര്യങ്ങളുണ്ട്, ഫോൺ മുഖേന ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട്. ഏത് തലത്തിലേക്കും എപ്പോഴും വേണമെങ്കിലും യാത്രാ മാധ്യമങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉപയുക്തമാകുന്ന പലവിധ മാധ്യമങ്ങൾ ഉണ്ടായിട്ട് പോലും കുടുംബ ബന്ധം ചേർക്കുന്നില്ല. സ്വന്തം വാപ്പയോടുള്ള ബന്ധമില്ല, സ്വന്തം ഉമ്മയോടുള്ള ബന്ധമില്ല. മാതാപിതാക്കൾ വൃദ്ധസദനത്തിൽ യാതൊരുവിധ ദാക്ഷിണ്യവുമില്ലാതെ തള്ളിവിടുന്നതാകുന്ന മക്കളുള്ള സമയം. ഒരു മടിയുമില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ. മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ബന്ധങ്ങൾക്ക് വിള്ളലേൽപ്പിക്കുന്ന മാതാപിതാക്കളുള്ള കാലഘട്ടം. സ്വന്തം സഹോദരന്റെ സമ്പത്തിന് വേണ്ടി അറുകൊല നടത്താനും സഹോദരന്റെ സമ്പത്ത് തന്റെ കൈമുതലേക്ക് കൈവെള്ളിലേക്ക് വരണമെന്ന് ആശ വെച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകളുടെ അടുക്കൽ പോയിട്ട് കൂടോത്രം ചെയ്തിട്ടാണെങ്കിലും മാരണം ചെയ്തിട്ടാണെങ്കിലും അവനെ ഉന്മൂലനം ചെയ്യാനും നഷ്ടപ്പെടുത്താനും അവന്റെ കച്ചവടവും ബിസിനസ്സും താറുമാറാക്കാനും ഒരു മടിയുമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന പർദ്ദധാരികളാകുന്ന മുസ്ലിം സഹോദരിമാരുള്ള സമയമാണ് ഈ കാലഘട്ടം എന്നുള്ളത് നമ്മൾ അറിയണം, അല്ലേ? അമ്പലങ്ങളുടെ മുന്നിൽ, ദേവാലയങ്ങളുടെ മുന്നിൽ പോലും, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോലും പൂജയർപ്പിച്ചുകൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെതിരെ മോശപ്പെട്ട പ്രവണതകൾ നയിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശധീരരാകുന്ന പ്രവർത്തകർ പോലും അത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ഇവിടെയാണ് പ്രവാചകൻ പറയുന്നത്, വൽ ഫറാഗ്, ഒഴിവുള്ള വേളകൾ മനുഷ്യനുണ്ട്, അതവൻ അറിയുക തന്നെ വേണം. നല്ല ഒഴിവുള്ള ഒരുപാട് സമയമുണ്ട് നമുക്ക്. യാത്ര ദുരിതം പിടിച്ചു പോകാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവനാണ്.
പക്ഷെ യാത്ര ചെയ്യുന്ന മധ്യയിൽ അവന്റെ വാഹനം ഒന്ന് മറ്റൊരാളുമായി വാഹനത്തിൽ ഒന്ന് തട്ടി ഒരു ആക്സിഡന്റ് ഉണ്ടായി. അള്ളാഹു ആക്സിഡന്റുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു ആക്സിഡന്റ് ഉണ്ടായി, പെട്ടെന്നുണ്ടായതാണ്, ധൃതി പിടിച്ചുള്ള യാത്രയാണ്. ഒരു സെക്കൻഡ് പോലും സമയം കളയാനില്ലാത്തതാകുന്ന വ്യക്തിയാണവൻ. പക്ഷേ അവൻ അവിടെ സമയം കളയാൻ പിന്നീടും ധാരാളം ബാക്കി. ഹോസ്പിറ്റലിൽ പോകുന്നു, അവൻ്റെ തിരക്കുകൾ, ഷെഡ്യൂളുകളെല്ലാം മാറ്റിവെക്കുന്നു. എല്ലാ തിരക്കുകൾക്കും ഒഴിവിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ അവൻ നിർബന്ധിതനാവുകയാണ്. വാപ്പയ്ക്ക് സുഖമില്ലെന്ന് കേൾക്കുമ്പോൾ, ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് കേൾക്കുമ്പോൾ, സ്വന്തം സഹോദരങ്ങളുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ ഡല്ലാണ്, പ്രയാസമാണ്, നൊമ്പരമാണെന്ന് കാതോരത്ത് വന്ന് മുഴങ്ങുമ്പോൾ ഏത് ചെറുപ്പക്കാരനാണ്, ഏത് സഹോദരിക്കാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ചെല്ലാതിരിക്കാൻ കഴിയുക? അങ്ങനെ ചെല്ലാത്തവർ കുടുംബ ബന്ധത്തിൽ ശൈഥില്യം നിറയാൻ ലക്ഷ്യം വെക്കുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ സഹോദരിമാർക്കും ഉണ്ട് ഒഴിവുള്ള ടൈം. ആ ഒഴിവുള്ള ടൈം നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഇബാദത്തിന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണേ. എപ്പോഴും കൂടെ ആളുകളുണ്ട്. എപ്പോഴും നിന്റെ വീട്ടിൽ നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, കൂട്ടുകുടുംബാദികൾ, നീ പുറത്തേക്കിറങ്ങിയാൽ നിന്റെ സേവകന്മാർ, നിന്റെ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥന്മാർ, നിനക്ക് അടിമത്തം വഹിക്കുന്ന നിന്റെ തൊഴിലാളി വർഗക്കാർ, ഇവരുടെയൊക്കെ മുന്നിൽ നീ അമൽ ചെയ്യുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും മാഹാത്മ്യം പാതിരാത്രി സമയത്ത് പടച്ചറബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൈനീട്ടി യാചിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, ഒരാളും അറിയുന്നില്ല. ഉമ്മ പാതിരാത്രി സമയത്ത് പടച്ചറബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരക്കെ, അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് വേണ്ടി അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കടേ, ആഫിയത്ത് കൊടുക്കടേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മ ഈ കരുമക്കാട് ദേശത്തുണ്ടെങ്കിൽ വിപത്ത് ഈ നാട്ടിലിറങ്ങാവോ? വിപത്തുകൾ ഈ നാട്ടിലുണ്ടാവുമോ? ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല. അള്ളാഹു അത്തരത്തിലുള്ള ഉമ്മമാരെ നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഭാര്യമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നീ നിന്റെ ഒഴിവുള്ള വേളകളിൽ ഇബാദത്ത് കൊണ്ട് നീ കഴിയണം. ഇന്ന് മനുഷ്യൻ സമ്പത്തിന്റെ പിറകോടുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ അവരുടെ ധാർമ്മികത മറക്കാൻ, അവരുടെ ധാർമ്മികമാകുന്ന ബോധം അവർ മറക്കാൻ. എവിടെയാണ് അവർ എത്തിപ്പെടുന്നത്? നമസ്കാരം പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം സഹോദരങ്ങൾ അധപ്പതിച്ചില്ലേ? നമസ്കാരം പോലുമില്ല. എത്ര വലിയ സൽക്രമങ്ങൾ നടത്തിയാൽ പോലും അള്ളാഹുവിന്റെ മുന്നിൽ കൊടുക്കേണ്ടതിന്റെ ഇബാദത്തുണ്ടല്ലോ. ഓരോ മനുഷ്യർക്കും ഫർദ് ഐനാകുന്ന, ഓരോ വ്യക്തികൾക്കും നിജപ്പെടുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരം, അത് നിർവഹിക്കാതെ ഒരു മുഅ്മിനും അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആദ്യ വഖത്തിൽ തന്നെ, ആദ്യ ജമാഅത്തിൽ തന്നെ നമസ്കരിക്കാൻ പുരുഷന്മാർ ബദ്ധശ്രദ്ധ പതിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന ഉണ്ടാവുക. അവൻ നമസ്കരിക്കുന്ന നമസ്കാരം പോലും അർശിന്റെ ചുവട്ടിലെത്തിയിട്ട് അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت إلى السماء حتى انتهى إلى العرش. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, സഹാബത്തെ, അള്ളാഹുവിന്റെ ഒരു അടിമ നമസ്കാരം യഥാവിധി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാദിന്റെ പരിശുദ്ധമാകുന്ന മജ്‌ലിസിൽ ഗൗസിയയുടെ കർമ്മോത്സുകരാകുന്ന പാവപ്പെട്ടതാകുന്ന യുവാക്കൾ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്‌ലിസിൽ ഇൽമിൻ്റെതാകുന്ന പ്രഥമമാകുന്ന രാവിൽ വിജ്ഞാനം കേൾക്കാൻ വന്ന സഹോദരങ്ങളെ, അറിവ് നുകരാൻ വന്നതാകുന്ന സഹോദരിമാരെ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ നമസ്കാരം ആദ്യ വഖത്തിൽ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ പരിശുദ്ധമാക്കപ്പെട്ട ഇന്നത്തെ സുബഹി ആദ്യ വഖത്തിൽ, ആദ്യ ജമാഅത്തിൽ പള്ളിയുടെ അകത്തളങ്ങൾ വളുവെടുത്തുകൊണ്ട് ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇമാമിന്റെ വലത് ഭാഗത്ത് ആദ്യമായിട്ട് സ്ഥാനം പിടിച്ചവരാണെങ്കിൽ,
ളുഹറോ അസറോ മഗ്രിബോ ഇശാവോ ഏത് ജമാഅത്തുമാകട്ടെ ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചവരാണോ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒളുവെടുത്തുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ആദ്യ വഖത്ത് നമസ്കരിച്ചിട്ടുള്ളതായ ഉമ്മമാരാണോ സഹോദരിമാരാണോ? ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖതിഹാ നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിച്ചാൽ സഅദത ഇല സമാ ആ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുമത്രേ. അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ ആ നമസ്കാരം എത്തുമത്രേ. നമസ്കരിച്ച നമസ്കാരം അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് ഏഴാനാകാശവും അലമുൽ ജബറൂത്തും അലമുൽ മലക്കൂത്തും അലമുൻ നാസൂത്തും കഴിഞ്ഞെത്തുമത്രേ. നമ്മൾ ഇന്ന് നമസ്കരിച്ച നമസ്കാരത്തെ പറ്റിയായി ചർച്ച. ഇപ്പൊ ഇശാ നിസ്കരിച്ചിട്ട് വന്നവർ ആദ്യ വഖത്തിൽ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ നമസ്കാരം സലാം വീട്ടിയാലുടനെ അള്ളാഹിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് പോകും. ആര് പറയാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം നിങ്ങൾ, പരിശുദ്ധ ഹദീസാണ് പറയുന്നത്, പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ ചർച്ച. ഇതല്ലാത്തതൊന്നും നമുക്കിവിടെ ഇല്ല. വെറുതെ പാട്ട് പാടിയിട്ട് ഒരു സദസ്സ് പോവുക, ഇതൊന്നും നമുക്കില്ല. ഖുർആൻ പറയുക, ഹദീസ് പറയുക, ഖുർആൻ ഓതുക, ഹദീസ് കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാനിതൊക്കെ ഓതി പറയുന്നതും അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മപഥത്തിൽ കൊണ്ടുവരുമ്പോൾ മനസ്സിനൊരു ശാന്തത വരണം, മനസ്സിനൊരു ഈമാനികമാകുന്ന ആവേശം വരണം. ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. അതിനുവേണ്ടിയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. إذا صلى العبد في أول وقتها صعدت إلى السماء. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു അടിമ നമസ്കാരം യഥാവിധി കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, യഥാവിധി കൃത്യമായി ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, കരുമക്കാട് ദേശത്തുള്ള യുവാവാണ്, പള്ളിയുടെ ബാങ്കുലി മുഴങ്ങിയ സമയത്ത് ആദ്യ വഖത്ത് തന്നെ ഇമാമിനോടൊപ്പം നമസ്കരിച്ച സഹോദരനാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഅദതില സമാ ആ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുമത്രേ. അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് ആ നമസ്കാരം എത്തുമത്രേ. ഫയദുല്ലാഹ സുബ്ഹാനഹു. ഏതൊരു വ്യക്തിയാണ് നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി നമസ്കാരം പ്രാർത്ഥിക്കുമത്രേ, അല്ലാഹുവിനോട് ദുആ ചെയ്യുമത്രേ. ഹഫിളകല്ലാഹു ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ. അല്ലാഹു നിന്നെ കാക്കട്ടെ, അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കട്ടെ. എല്ലാവിധ ബലാ മുസീബത്തുകൾ, ഇടങ്ങേറുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എറണാകുളം ദേശത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കഴിയുന്ന യുവാക്കളെ, സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ ഓഫർ വേണോ? ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന വേണോ? നീ നമസ്കരിക്കുന്ന നമസ്കാരമാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അനുകൂലമായി ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലെത്തിയിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാകുന്ന നമസ്കാരത്തിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഫയഖൂലുൽ മലായിക ആമീൻ ആമീൻ. അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ വലയം വെക്കുന്നതായ കോടാനു കോടി മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ ആമീൻ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കച്ചവടം തകർന്ന് ജീവിക്കുന്ന സഹോദരാ, നിന്റെ ബിസിനസ്സിൽ വർധന ഉണ്ടാവണോ? നിന്റെ കച്ചവടം റാഹത്താകണോ? നമസ്കാരം
നമസ്കാരം മുറ പോലെ നിർവഹിക്കണേ നബിയുനാ റസൂലുള്ളാഹി. നിന്റെ കടയിലേക്ക് ഒരു കസ്റ്റമർ കടന്നു വരുകയാണ്. നേരം വെളുത്ത് സുബഹിയുടെ സമയത്ത് ബാങ്കുൽ മുഴങ്ങുന്ന നേരത്ത് കട തുറക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ചെറുപ്പക്കാരാ, ആ കടയിലേക്ക് ഒരു കസ്റ്റമർ പോലും വരാതിരിക്കുകയാണ്. ളുഹറിന്റെ ബാങ്കുൽ മുഴങ്ങി ഷട്ടർ താഴ്ത്താൻ തുടങ്ങിയപ്പോഴാണ്, പള്ളിയിലേക്ക് പോകാൻ നീ തുനിഞ്ഞപ്പോഴാണ് ഒരു കസ്റ്റമർ വരുന്നത്. നിനക്ക് ആദ്യമായി കിട്ടുന്ന കച്ചവടമാണെന്ന് കരുതി നീ നമസ്കരിക്കാതെ പോകാൻ നിൽക്കരുതേ. സന്തോഷത്തോടുകൂടി ആ ചെറുപ്പക്കാരോട് പറയണേ, ഞാനൊന്ന് അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് വരട്ടെ, ഒരു 10 മിനിറ്റ് സമയം എനിക്ക് അനുവദിക്കണേ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ? നിന്റെ കച്ചവടം റാഹത്താകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ആ കസ്റ്റമറോട് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വന്നുകൊണ്ട് നമസ്കാരം നിർവഹിച്ചിട്ട് നീ സലാം വീട്ടുമ്പോ അള്ളാന്റെ അർശിന്റെ ചുവട്ടിലേക്ക് നിന്റെ നമസ്കാരം ഉയരുന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ, ഹഫിളകല്ലാഹ് ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ. അള്ളാഹു നിന്നെ കാക്കട്ടെ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, വൈദാ സ്വല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ. നമസ്കാരം അതിന്റെ സമയത്തല്ലാതെ തോന്നുമ്പോ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനുണ്ടോ? തോന്നുമ്പോ നിസ്കരിക്കുന്നതായ ഉമ്മമാരുണ്ടോ? കേവലം കല്യാണത്തിന് വേണ്ടി, കല്യാണമെന്ന് പറയുന്നത്, നിക്കാഹ് ബന്ധമെന്ന് പറയുന്നത് മുഅക്കദായ സുന്നത്താണ്, സുന്നത്ത് കർമ്മമാണ്. ആ സുന്നത്തായ കർമ്മത്തിന് വേണ്ടി നമസ്കാരം പോലും ഉപേക്ഷിക്കുന്നതായ, നിർബന്ധമായ നമസ്കാരം പോലും നിഷ്ഫലമാക്കുന്ന സഹോദരങ്ങളില്ലയോ? ഉമ്മമാരില്ലയോ? ചെറുപ്പക്കാരില്ലയോ? പാടില്ല, പാടില്ല. നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാത്തതാകുന്ന കൂട്ടരെ അറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൈദാ സ്വല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ. നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമസ്കാരം യഥാ സമയത്തല്ല, തോന്നുമ്പോൾ നമസ്കരിക്കുകയാണ്. നേരം വെളുത്ത് ജ്വല്ലറിയിലേക്ക് ഓടുകയാണ്. കല്യാണ പെണ്ണിന് സ്വർണ്ണമെടുക്കാൻ, ഒരു വളയെടുക്കാൻ, മാലയെടുക്കാൻ വേണ്ടി കൂട്ടുകാരും നാട്ടുകാരും ഒന്നിച്ച് വാഹനത്തിൽ പുറപ്പെട്ടുകൊണ്ട് ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ പോയിട്ട് സുഭിക്ഷമായിട്ട് വസ്ത്രവ്യാപാരം നടത്തിക്കൊണ്ട് കടന്നു വരുന്ന സഹോദരാ, അല്ലയോ കല്യാണ പെണ്ണിന് ഒരുക്കാൻ വേണ്ടി വരുമ്പിടുന്ന തയ്യാറെടുക്കുന്ന കുടുംബക്കാരെ, നിങ്ങളുടെ ളുഹറവിടെ, അസറവിടെ നമസ്കാരങ്ങൾ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കാതെ തോന്നുമ്പോ നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വഅദത ഇല സമാ. നിങ്ങൾ സലാം വീട്ടി കഴിഞ്ഞാൽ നമസ്കാരം ഉയരും, പക്ഷേ വലൈഹാ ഉൽമാ. നമസ്കാരം ഇരുൾ മുറ്റപ്പെട്ടതാണ്. തുറത്തുൽ മലായികതു സ്വലാതഹു. നമസ്കാരം തോന്നുമ്പോ നമസ്കരിച്ച സഹോദരിയാണ്, തോന്നുമ്പോ നമസ്കരിച്ച ചെറുപ്പക്കാരനാണ്. അവന്റെ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുമ്പോ തന്നെ ആ നമസ്കാരം ഇരുൾ മുറ്റപ്പെട്ടു പോയി. ഇരുൾ മുറ്റിയ നമസ്കാരമാണ്. തുറത്തുൽ മലായികതു സ്വലാതഹു. അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ നമസ്കാരം ഭൂമിയിലേക്ക് വന്നുകൊണ്ട് നമസ്കരിച്ച സലാം വീട്ടി നിൽക്കുന്നതായ ചെറുപ്പക്കാരനുണ്ടല്ലോ, സഹോദരനുണ്ടല്ലോ, അവന്റെ അടുക്കൽ വന്നുകൊണ്ട് അവനെതിരായി പ്രാർത്ഥിക്കുമത്രേ, അവനെതിരായി ദുആ ചെയ്യുമത്രേ. അറിയാതെ പോകരുത് ചെറുപ്പക്കാരാ, അറിയാതെ പോകരുത് യുവാക്കളെ, യുവതികളെ, അറിയാതെ പോകരുത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. നിങ്ങൾ നിങ്ങളുടെ ളുഹർ നമസ്കരിക്കുന്നുണ്ടാകും, പക്ഷേ അത് അസറിന് തൊട്ട് മുമ്പ് കൊണ്ടുവന്ന് ഖളാ ആക്കിയിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല. ആ നമസ്കാരം നിങ്ങൾക്കെതിരായി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ,
അല്ലാഹു കമാ വയ്യതനീ. അല്ലാഹു നിന്നെ പാഴാക്കട്ടെ, അപകടത്തിൽ പെടുത്തട്ടെ, ദുരിതങ്ങൾ നിനക്ക് സമ്മാനിക്കട്ടെ, പ്രയാസങ്ങൾ നിനക്ക് നൽകട്ടെ എന്ന് അവനെതിരായി പ്രാർത്ഥിക്കുമത്രേ. ഫയഖൂലുൽ മലായികതു ആമീൻ. ദുനിയാവിലുള്ള സർവ്വ മലക്കുകളും അവന് എതിരായി ആമീൻ പറയുമേ, അതിന് ഉത്തരം കിട്ടുമേ. അതിലൂടെ കച്ചവടവും അവന്റെ ബിസിനസ്സും അവന്റെ ജീവിതവും താറുമാറാവുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയാതെ പോകുന്ന വസ്തുതയാണ്. അറിയുന്നില്ല, നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നമസ്കാര സമയത്താവുന്നില്ല. അവിടെയാ പ്രശ്നം. നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമസ്കാര സമയത്താവുന്നില്ല. അതിൻ്റെ ധാർമ്മികതയെ യുവാക്കൾ മറന്നുപോകുന്നു. അള്ളാഹുവിനോട് കൊടുക്കേണ്ട ഇബാദത്ത്, ഏറ്റവും വലിയ ആരാധന, അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹാ, മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്കൃഷ്ടവും മഹത്വവുമായത് നമസ്കാരമാണെന്ന് പഠിപ്പിച്ച സുന്നത്താകുന്ന ഏറ്റവും സുന്ദരമാകുന്ന നമസ്കാരം. ആ നമസ്കാരങ്ങൾ ഇന്ന് മനുഷ്യൻ കൊണ്ടുവരുന്നില്ല. റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചല്ല ചർച്ച, അത് മനുഷ്യൻ പാടെ തിരസ്കരിക്കുന്ന കാലഘട്ടമാണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ നമസ്കരിക്കുന്ന യുവാക്കളില്ല. അവർക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. ഫർദ് തന്നെ നമസ്കരിക്കുന്നവർ നന്നേ കുറവ്. അൽഹംദുലില്ലാഹ്, കുറേ ചെറുപ്പക്കാർ മാറ്റമുണ്ട്. വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ പ്രഭാഷണങ്ങൾ ശ്രവിച്ചിട്ട് ദീനിന്റെ മാർഗത്തിലേക്ക്, ദീനിന്റെ വിശുദ്ധിയിലേക്ക്, അവരുടെ കർമ്മത്തിന്റെ പരിശുദ്ധി സുന്ദരമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ തയ്യാറെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ നല്ല പാതയിലേക്ക് വന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമസ്കരിക്കുന്നവരുടെ മനസ്സിൽ കൃത്യമായ നമസ്കാരങ്ങൾ അടയാളപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ ആദ്യ ജമാഅത്ത്, ആദ്യ വഖത്ത്, അതിന് താല്പര്യം, വിമുഖത കാണിക്കുന്നവർ, അതിന് താല്പര്യം വെക്കാത്തവർ. എന്തു പറ്റിപ്പോയി മനുഷ്യന്? സൗകര്യങ്ങൾ ഉണ്ടായതിൻ്റെ കുറവ് കൊണ്ടാണോ? സൗകര്യങ്ങൾ കൂടിപ്പോയതിൻ്റെ കുറവ് കൊണ്ടാണോ? അധികരിച്ചു പോയി മനുഷ്യന് സമ്പത്ത്. അള്ളാഹുവിനെ ഓർക്കുന്നില്ല, അള്ളാഹുവിനെ നമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ദുന്യാവിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, ഈ ദുന്യാവിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്നുണ്ടെങ്കിലും ഈ സമ്പത്ത് എല്ലാം തന്നെ ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് വളരെ നിന്യമാണ്, നിസാരമാണ്, കുറഞ്ഞതേയുള്ളൂ. വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് നല്ല രവിപിള്ളയ്ക്കും യൂസുഫ് അലിക്കും ഒക്കെ കിട്ടിയിട്ടുള്ളതും അത്ര തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ, $450 കോടി സമ്പത്തുള്ള വ്യക്തിയാണ് യൂസുഫ് അലി സാഹിബ്. അള്ളാഹു ഇനിയും അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം ഒരു മുസ്ലിം സഹോദരനായതിൻ്റെ പേരിൽ. പക്ഷേ ഞാൻ പറയുന്നത്, ആ സമ്പത്ത് പോലും ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നത്തിൻ്റെ ഉത്തുംഗമാകുന്ന സോപാനത്തിൽ വിരാജിക്കുന്നതാകുന്ന സഹോദരങ്ങളെ കണ്ടിട്ട് ഹുങ്ക് നടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതിലല്ല, ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് നിസ്സാരമാണ് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഊറ്റം കൊള്ളുകയാണ്, ഈ സമ്പത്തൊക്കെ ഇത്രത്തോളം പടച്ചറബ് കൊടുത്തല്ലോ എന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുന്യാവിന് വേണ്ടി പരിശ്രമിച്ചാൽ പടച്ചറബ് ദുന്യാവ് കൊടുക്കും. ദുന്യാവിന് വേണ്ടി കഷ്ടപ്പെട്ടവന് ദുന്യാവ് കൊടുക്കും, കൊടുക്കാതിരിക്കൂല. പരിശുദ്ധമായ ഖുർആൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من كان يريد حرث الدنيا نؤته منها ومن كان يريد حرث الآخرة نزد له في حرثه. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, മൻ കാന യുരീദു ഹർസ ദുനിയാ, ദുന്യാവാകുന്ന ജീവിതത്തെ ആര് തൃപ്തിപ്പെട്ടോ, ദുന്യാവാകുന്ന ജീവിതത്തിൽ കൃഷി ചെയ്യാൻ ആര് താല്പര്യം കാണിച്ചുവോ, നൂതിഹി മിൻഹാ, ആ ദുനിയാവ് അവന് നാം നൽകുന്നതത്രേ. ഇന്ന് ചെറുപ്പക്കാരൊക്കെ സമ്പത്തിന്റെ പിറകെ തൊട്ടോട്ടമടുക. എങ്ങനെയെങ്കിലും സമ്പത്ത് തൻ്റെ കൈവെള്ളയിലേക്ക് വരണം. ഹലാലോ ഹറാമോ അതവനൊരു പ്രശ്നമുള്ള കാര്യമല്ല.
എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിലേക്ക് സമ്പത്ത് വരണം. ഇതാണ് അവൻ്റെ താല്പര്യം. നെറ്റ്വർക്ക് ബിസിനസ്സിലൂടെ ആകട്ടെ, ഷെയർ മാർക്കറ്റിലൂടെ ആകട്ടെ, തൻ്റെ 10 ലക്ഷം രൂപ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മുഖേനയാകട്ടെ, ഏത് വിധേനയും തിന്ന് കൊഴുത്ത് രസിച്ച് രമിച്ച് ഈ ദുന്യാവ് കഴിച്ചു കൂട്ടണം. ഇതാണ് ചെറുപ്പക്കാരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവൻ നെട്ടോട്ടമിടുന്നു.